السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. فتح باب نبوت पे बेहद दुरूद, खत्म दौरे रिसालत पे लाखों सलाम, मुस्तफ़ा जान रहमत पे लाखों सलाम, शम्अ बज़ में हिदायत पे लाखों സലാം. ബഹുമാനമുള്ള സലാമി റസ ദിറാസയുടെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിലേക്ക് ഖൈറ്, ലുത്ഫ്, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽ മൻലൂമത്തു സലാമിയുടെ 12ാമത്തെ ബൈത്ത് കഴിഞ്ഞു. 13ാമത്തെ ബൈത്തിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറഞ്ഞ നിലക്ക് മാത്രമാണ് യാത്രക്കിടയിൽ ഷിമോഗക്കടുത്ത് റിപ്പിംപേട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടിട്ടാണ് ഇന്ന് സലാമി റസ എന്ന ദിറാസ വേറെ ഒരു മൊബൈൽ മുഖേന അയക്കുന്നത്. അല്ലാഹു തആല ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന്റെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ ബൈത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഔസാഫ്, കമാലാത്ത് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖാതമുൻ നബിയീൻ എന്നതും നൂറുല്ലാഹി, ആദ്യം പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. അതാണ് ഈ ബൈത്തിൽ സൂചിപ്പിക്കുന്നത്. ഫത്ഹെ ബാബെ നുബുവത്ത്, നുബുവത്തിന്റെ വാതില് തുറന്നത്. ആ നുബുവത്തിന്റെ വാതിൽ തുടക്കത്തിന്റെ മേല് ബേഹദ് ദുറൂദ്, അറ്റമില്ലാത്ത സ്വലാത്തുകൾ ഉണ്ടാകട്ടെ. ദുറൂദ് എന്ന് പറഞ്ഞാൽ സ്വലാത്തുകൾ, ധാരാളം സ്വലാത്തുകൾ ഉണ്ടാകട്ടെ. കാരണം പല ഹദീസുകളിലും കാണാമല്ലോ, കുന്തു നബിയൻ വ ആദമു ബൈന റൂഹി വൽ ജസദി. റൂഹും ജസദ്, റൂഹിന്റെയും ശരീരത്തിന്റെ ഇടയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ നബി ആയിട്ടുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയാണ്. അപ്പോൾ ആ നിലക്ക് ആദ്യത്തെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേപോലെ ഖത്മെ ദൗരെ റിസാലത്ത്, പ്രവാചകത്വത്തിന്റെ കാലത്തിന്റെ അവസാനത്തെ കണ്ണിയായ ആ നേതാവിന്റെ മേൽ ലാഖോ സലാം, ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ. ഖാതമുൻ നബിയീനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവസാനം ആദ്യം നബിയായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യ നബി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്. എന്നാൽ ഭൂമി ലോകത്ത് എല്ലാ നബിമാർ അലൈഹിമുസ്സലാം വന്നതിന്റെ ശേഷം അവസാനമാണ് ഖാതമുൻ നബിയീൻ എന്ന സിഫാത്ത് കമാലിയയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംജാതമാകുന്നത്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ഖാതമുൻ നബിയീനാണ്. അതേ സ്ഥാനത്ത് ആദ്യ നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായിരുന്നു എന്നാണ് വ്യത്യസ്തമായ ഹദീസുകളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത് പ്രകാശമാണെന്ന് ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നുബുവത്തിന്റെ വാതിലിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അവ്വലാണ്. രണ്ടാമത്തെ ബൈത്തിൽ പറഞ്ഞത് ഖാതമുൻ നബിയീൻ, അതായത് ആ നിലക്ക് ആഖിറുമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സിഫാത്തിന്റെ മദ്ഹറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഈ സിഫത്തുകൾ
വെളിവാകുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖു ഷുയൂഖിൽ ഹിന്ദ് അല്ലാമ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മദാരിജുൻ നുബുവത്തി വ ദറജാത്തിൽ ഫുതുവ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വലാണ്. കാരണം ആദം പടച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. കുന്തു നബിയൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ എന്ന് സാധാരണ പറയുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളത്തിന്റെയും കളിമണ്ണിന്റെ ഇടയിലുണ്ടാകുമ്പോൾ തന്നെ ഞാൻ നബിയായിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയാണെന്നും ആദമിന്റെ പ്രകാശത്തിൽ പടച്ചു എന്ന നിലക്കും അങ്ങനെ പല നിലക്കും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വലാണ്. അതേ സ്ഥാനത്ത് ഖാതമുൻ നബിയീൻ അവസാനത്തെ നബിയാണ്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറുമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ മദാരിജുൻ നുബുവയിലും മറ്റും മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ളാഹിറു, അസ്സലാമു അലൈക യാ ബാത്തിനു എന്ന് സലാം പറഞ്ഞത് തിലംസാനി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി തന്നെ അവിടത്തെ ജസാഉല്ലാഹി അദവഹു ബി ഇബാഇഹി ഖത്മൻ നുബുവ തുടങ്ങിയ ഗ്രന്ഥത്തിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന്റെ വാതിൽ തുറന്ന ആളുമാണ്. അങ്ങനത്തെ നേതാവിന്റെ മേൽ അറ്റമില്ലാതെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാകട്ടെ എന്നും പ്രവാചകത്വത്തിന്റെ കാലഘട്ടത്തിനെ ഖത്മാക്കിയ അവസാനിപ്പിച്ച ആ നേതൃത്വത്തിന്റെ മേല് ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ എന്നുമാണ് ഈ ബൈത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ മുജദ്ദിദുൽ ആലം ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ അൽ ഖാദിർ അൽ ബരലവി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം മദ്ഹുകൾ പറയുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് നമ്മുടെ മനസ്സുകൾ അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. മനസ്സിന്റെ എല്ലാ രോഗങ്ങളും അതുപോലെ ഈഖാദുൽ ഹിമമിലൊക്കെ പറഞ്ഞതുപോലെ നഫ്സിന്റെ അയ്ബുകൾ അതുപോലെ മനസ്സിന്റെ അയ്ബുകൾ അതേപോലെ റൂഹിന്റെ അയ്ബുകൾ എല്ലാം അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള നാക്കാലികളായ വസ്തുക്കളുടെ സ്വഭാവം അതുപോലെ ശയാത്തീന്റെ സ്വഭാവങ്ങളും ധാരാളം ഉണ്ടാകുമെന്ന് ഈഖാദുൽ ഹിമമിൽ പറഞ്ഞതുപോലെ എല്ലാ സ്വഭാവങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫത്ഹെ ബാബേ നബുവത്ത് പേ ബേഹദ് ദുറൂദ് ഖത്മെ ദൗരെ റിസാലത്ത് പേ ലാഖോं സലാം मुस्तफा जाने रहमत पे लाखों सलाम शम्अ बज़ में हिदायत पे लाखों सलाम. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू.